നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിനടുത്ത തൂവക്കുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ തെരുവു നായകൾ പിന്നാലെ ഓടിയതിനെ തുടർന്ന് കിണറ്റിൽ വീണു മരിച്ച 9 വയസ്സുകാരൻ മുഹമ്മദ് ഫസലിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തൂവക്കുന്നുമ്മൽ കല്ലുള്ള പള്ളിയിൽ ഖബറടക്കി. തൂവക്കുന്നിൽ പിഞ്ചുകുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദികൾ കുന്നോത്തുപറമ്പ് പഞ്ചായത്താണെന്ന് ആരോപിച്ച് SDPI കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തെരുവുനായ ശല്യത്തിനു മുന്നിൽ നിസ്സഹായരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് അലി. തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം 25-ന് രാവിലെ 9:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറും നിർവഹിക്കും. 13 വയസ്സുള്ള മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിനെ മരണം വരെ തടവിന് ശിക്ഷിച്ച് കോടതി. പ്രതിയായ 46-കാരനെ 2 വകുപ്പുകളിലായി മരണം വരെ തടവിന് ശിക്ഷിച്ചത് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി. വിശദമായ വാർത്തകളിലേക്ക്. പാനൂരിനടുത്ത തൂവക്കുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ തെരുവുനായകൾ പിന്നാലെ ഓടിയതിനെ തുടർന്ന് കിണറ്റിൽ വീണു മരിച്ച 9 വയസ്സുകാരൻ മുഹമ്മദ് ഫസലിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. തൂവക്കുന്നുമ്മൽ കല്ലുള്ള പള്ളിയിൽ മൃതദേഹം ഖബറടക്കി. തൂവക്കുന്ന് ചേലക്കാട് മസ്ജിദിന് സമീപം മത്തത്ത് ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫസലാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 സുഹൃത്തുക്കളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ നായകൾ പിന്നാലെ വന്നതിനെ തുടർന്ന് കുട്ടികൾ ചിതറി ഓടുകയായിരുന്നു. മറ്റെല്ലാവരും അവരവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഫസലിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് രാത്രി 7:30 സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ആൾമറയില്ലാത്ത കിണറ്റിൽ കണ്ടെത്തിയത്. പാനൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ മൃതദേഹം പുറത്തെടുത്തിരുന്നതായി വാർഡ് അംഗം NP അനിത പറഞ്ഞു. 4:30 കുട്ടികൾ സ്കൂളും വിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഈ മുഹമ്മദ് ഫസൽ അവൻ്റെ 3 സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പോയതാണ്. അപ്പോൾ കളിച്ചിട്ടൊരു 5:30 തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ തെരുവുനായകൾ ഓടുന്നത്. അപ്പോൾ ഓടി പെട്ടെന്ന് ഈ പണിതീരാത്ത വീടിൻ്റെ മുന്നിൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന കണ്ണിലേക്ക് അബദ്ധവശാൽ ഓടുന്ന സമയത്ത് വീണതായിരിക്കാം വിചാരിക്കുന്നത്. പുറത്തുള്ളവരാരും കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞ അറിവാണ്. അപ്പോൾ ഒരു 6:30 കുട്ടി വീട്ടിലെത്താതപ്പോഴാണ് അന്വേഷണം തുടങ്ങുന്നത്. ഇപ്പോൾ സമീപപ്രദേശത്തെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് കിണർ നോക്കുന്നത്. അപ്പോൾ കിണറിൽ പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ അടിഭാഗം കാണാത്ത രീതിയിലാണ് കിണറുള്ളത്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഉള്ളിൽ കണ്ടത്. അപ്പോൾ ഫയർഫോഴ്സെല്ലാം എത്തി. പക്ഷേ അതിന് മുന്നേ തന്നെ നാട്ടുകാർ അദ്ദേഹം പുറത്തെടുത്ത് പാനൂര് കുട്ടിക്കും അവിടുന്ന് തലശ്ശേരിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് ഫസലിൻ്റെ വിയോഗ വാർത്ത രാത്രി പുറത്തു വന്നതോടെ നാട്ടുകാർക്കും തൂവക്കുന്ന് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകർക്കും ആദ്യം വിശ്വസിക്കാനായില്ല. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫസൽ പഠനത്തിലും കലാകായിക മത്സരങ്ങളിലും മിടുക്കനായിരുന്നു. സുഹൃത്ത് ബന്ധങ്ങളിലും മിടുക്കനായ ഫസൽ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഗുരുനാഥന്മാർക്കും പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് PTA പ്രസിഡന്റ് M സമീർ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം അറിയാൻ സാധിച്ച വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. കാരണം വിദ്യാലയത്തിൽ ഞാനെന്നും സന്ദർശിക്കുന്ന ഒരു PTA പ്രസിഡൻ്റാണ്. സ്കൂളിൽ ചെന്നാൽ എപ്പോഴും കാണും, എപ്പോഴും സംസാരിക്കും. അപ്പം മോൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ താങ്ങാൻ പറ്റാത്തതും അപ്പുറമുള്ള ഒരു വേദനയായിട്ട് ഞങ്ങൾക്ക് മാറിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള അപകടം മറ്റാർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സിൽ വീട്ടിൽ എത്തുന്നതുവരെ കളിത്തമാശകൾ പറഞ്ഞിരുന്ന ശിഷ്യന്റെ വിയോഗ വാർത്തയറിഞ്ഞ് തൂവക്കുന്നിലെത്തിയ ക്ലാസ് അധ്യാപകൻ നാദാപുരം സ്വദേശി TV മുഹമ്മദിനും
തേങ്ങലടക്കാനായില്ല. ഫസല് മറ്റ് കുട്ടികളോട് അപേക്ഷിച്ച് പറയുമ്പോൾ വളരെ സിൻസിയറായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഏത് കാര്യം എന്ത് ചുമതലകൾ നാം നൽകിയാലും വളരെ ഉത്തരവാദിത്തത്തോടെ അത് ഞാൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ഒരു സ്വഭാവം ഫസലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുതന്നെയാണ് നാട്ടുകാരും ആ കുട്ടിയെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. അപ്പം മറ്റ് വിദ്യാർത്ഥികൾക്ക് മാതൃകയായിക്കൊണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വളരെയധികം നന്നായി ശോഭിക്കുകയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ തൻ്റെ ഒരു പ്രവർത്തനമായി മാറ്റുകയും ചെയ്യുന്ന ഒരു സ്വഭാവവിശേഷമുള്ള ഒരു കുട്ടിയാണ് ഫസൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്കൂളിൽ അധ്യയനം തുടങ്ങിയത് മുതൽ ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. റോഡിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കിണറിന് ഒരു ആൾമറയുണ്ടായിരുന്നെങ്കിൽ ഫസലിൻ്റെ ജീവൻ പൊലിയില്ലായിരുന്നുവെന്ന് നാട്ടുകാരും കണ്ണീരോടെ പറയുന്നു. റോഡിനോട് ചേർന്നാണ് ആൾമറയില്ലാത്ത കിണർ ഉള്ളത്. ഇവിടൊരു കിണറുണ്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയില്ല. ഫസലിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ആശുപത്രിയിലും വീട്ടിലും നിരവധി പേരാണ് എത്തിയത്. അൽഫ ഫാത്തിമ ഏക സഹോദരിയാണ്. മൃതദേഹം തൂവക്കുന്നുമ്മൽ കല്ലുള്ള പള്ളിയിൽ ഖബറടക്കി. തൂവക്കുന്നിൽ പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ കുന്നോത്തുപറമ്പ് പഞ്ചായത്താണെന്ന് ആരോപിച്ച് SDPI കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നിരവധി തവണ തെരുവുനായ വിഷയത്തിൽ പരാതികൾ നൽകിയിട്ടും പഞ്ചായത്ത് ഒന്നും ചെയ്തില്ലെന്നും ഇതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും ആരോപിച്ചായിരുന്നു മാർച്ച്. സംസ്ഥാനത്തുടനീളം അനുദിനം തെരുവുനായകളുടെ അക്രമം പതിവായിക്കൊണ്ടിരിക്കുകയാണെന്നും മരണപ്പെട്ട മുഹമ്മദ് ഫസലിന്റെ കുടുംബത്തിന് സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം ഹാറൂൺ കടവത്തൂർ പറഞ്ഞു. ചെറിയ വിഷയമല്ല, നിരന്തരമായി വാർത്തകൾ കേൾക്കാം, നമുക്കറിയാം. അതുപോലെ തന്നെ മുഴപ്പലങ്ങാട് പ്രദേശത്ത് അംഗപരിമിതരായ ഒരു ചെറിയ കുട്ടിയെ നായ കടിച്ചു കൊണ്ടുപോയി കൊന്നുകളഞ്ഞ വാർത്തകൾ കേട്ടവരാണ് നമ്മൾ. എന്താണ് ഇവർ ധരിച്ചു വെക്കുന്നത്? അധികാരി വർഗം. പ്രിയപ്പെട്ട ജനാധിപത്യ സമൂഹത്തോട് ഞങ്ങൾ പറയുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്ന ഇത്തരം സമരങ്ങൾക്ക് നിങ്ങൾ പിന്തുണ നൽകണം. ഇത് നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഇതിന് പരിഹാരം കാണാൻ അധികാരി വർഗത്തെ പ്രേരിപ്പിക്കേണ്ടതിന്റെ സമരമുറകളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിസ്സംഗതയാണ്, അഹങ്കാരമാണ്, നിഷേധമാണ് ഈ ഭരണകൂടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ വേദനയല്ല. മാതാപിതാക്കള് ഇന്ന് മുഹമ്മദ് ഫസലിന്റെ ഉമ്മയും ബാപ്പയും എത്രത്തോളം വേദനിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലേ? നമ്മുടെ മക്കളല്ലേ, ആ മക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോ, ആ മക്കൾക്ക് പരിക്കേൽക്കുമ്പോ, ആ മക്കൾ ആക്രമിക്കപ്പെടുമ്പോ ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നും രണ്ടും കേസല്ല, ഒന്നും രണ്ടും വാർത്തകളല്ല. നിരന്തരമായി കേരളത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ തരത്തിലുള്ള തെരുവുനായ ശല്യങ്ങളുമായി, അതിന്റെ ആക്രമണങ്ങളുമായി വിധേയപ്പെട്ട വാർത്തകളാണ് കേൾക്കുന്നത്. SDPI കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് റിജാസ് തവരയിൽ, വൈസ് പ്രസിഡന്റ് സഹീർ പുറക്കളം, സെക്രട്ടറി KV റഫീഖ്, മുസവിർ, റാഷിദ് എന്നിവർ സംസാരിച്ചു. തെരുവുനായ ശല്യത്തിന് മുന്നിൽ നിസ്സഹായരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് അലി. പ്രത്യേക നിയമനിർമ്മാണം നടത്തുക മാത്രമാണ് പോംവഴിയെന്നും PK മുഹമ്മദ് അലി പറഞ്ഞു. തെരുവുനായ ശല്യം ഈ ഭാഗത്ത് നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ പാനൂർ മേഖലയിലാകെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ഈ തെരുവുനായ്ക്കളുടെ ആക്രമം കാരണം.
പക്ഷേ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ നിയമപരമായി പ്രതിരോധിക്കാനുള്ള യാതൊരു അധികാരവും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെയുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ ABC എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വന്ധീകരണ പ്രൊജക്റ്റ് മാത്രമാണ്. അതാണെങ്കിൽ കാര്യമായ രീതിയിൽ ഫലപ്രദമല്ല. തെരുവുനായ്ക്കളെ കൊല്ലുന്നത് നിയമപരമായി വലിയ ശിക്ഷ കിട്ടുന്ന കുറ്റകരമായതിനാൽ ആ ഒരു നടപടിയിലേക്ക് കടക്കാനും പഞ്ചായത്തുകൾക്കോ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം 25-ന് രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറും നിർവഹിക്കുമെന്ന് ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദും സംഘാടക സമിതി കൺവീനറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് K അജിത് കുമാറും ജില്ലാ കോടതി ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറബിക്കടലിന് അഭിമുഖമായി പ്രൗഢിയോടെ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ജില്ലാ കോടതി സമുച്ചയം നിർമ്മിച്ചത്. കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയാൽ അറബിക്കടലിൻ്റെ സൗന്ദര്യവും പൈതൃക നഗരിയുടെ സൗന്ദര്യവും ആവോളം നുകരാം. ശീതീകരിച്ച കോടതികളിലേക്ക് എത്താൻ ലിഫ്റ്റ് സൗകര്യവുമുണ്ട്. വൈദ്യുതി പൂർണ്ണമായും സോളാർ സംവിധാനത്തിലാണ്. വിപുലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. പുതിയ കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോഴും ജില്ലാ കോടതി ഉൾപ്പെടെ 4 കോടതികൾ പഴയ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കും. 222 വർഷങ്ങൾ പഴക്കമുള്ള കോടതിയിലെ റെക്കോർഡറും അതേപടി നിലനിർത്തും. ചരിത്രത്തിൽ ഇടം പിടിച്ച പല രേഖകളും കോടതി വിധികളും റെക്കോർഡ് റൂമിൽ ഭദ്രമാണ്. പഴയ വാസ്തുവിദ്യയുടെ ശില്പചാരുതയോട് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തോന്നുന്നതിനാൽ പഴയ കോടതി കെട്ടിടം അതേപടി നിലനിർത്തണമെന്ന് അഭിഭാഷകരിൽ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം 25-ന് രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറും നിർവഹിക്കുമെന്ന് ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദ് അറിയിച്ചു. നല്ല കെട്ടിടമാണ്. കെട്ടിടത്തിൽ 10 കോടതികൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഹെഡ്ക്വാർട്ടർ 14 കോടതി 10 കോടതിയാണ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. 4 കോടതി പഴയ ബിൽഡിംഗ്. ഈ കോടതി അടിയിലുള്ള മുനിസിപ്പൽ കോടതി, CJM കോടതി, പിന്നെ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി, ആ 4 കോടതിയിൽ നേരത്തെയുള്ള കെട്ടിടത്തിൽ നിലനിൽക്കും. മറ്റ് 10 കോടതികളാണ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. വീഡിയോ കോൺഫറൻസിനായാലും പിന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനായാലും ചൈൽഡ് ഫ്രണ്ട്ലി റൂം, പിന്നെ കക്ഷികൾക്കും സാക്ഷികൾക്കുമൊക്കെ വിശ്രമിക്കാനുള്ള പ്രത്യേക മുറികൾ, കോൺഫറൻസ് ഹാൾ, ജഡ്ജസ് ലൈബ്രറി, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ്, ബാർ അസോസിയേഷൻ്റെ ഓഫീസ്, ലൈബ്രറി, അതിന് പുറമെ ക്യാൻറ്റീൻ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, എല്ലാ സൗകര്യങ്ങളും കൂടിയ കെട്ടിടമാണ് നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ളത്. അതിന് സോളാർ സപ്പോർട്ടുണ്ട്. സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ജനറേറ്ററിൻ്റെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ കറണ്ട് ഫെയിലിയറിൻ്റെ പ്രശ്നം വരുന്നില്ല. ഏറ്റവും നല്ല സൗകര്യമുള്ള വിശാലമായ കോടതി മുറികളാണ്. ജഡ്ജിമാരുടെ മുറികളടക്കം നല്ല വിശാലമായ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനുവരി 9-ന് 15 പ്രമുഖ ചിത്രകാരന്മാർ അണിനിരന്ന് 222 വർഷം പഴക്കമുള്ള കോടതിയുടെ ചരിത്രപരമായ നാൾവഴികൾ ആലേഖനം ചെയ്തുള്ള ചിത്രരചന നടത്തും. വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയാണ് ചിത്രരചന നടക്കുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഭിഭാഷകരും ജീവനക്കാരും അണിനിരക്കുന്ന വിളംബര ഘോഷയാത്രയും നടത്തുമെന്ന് സംഘാടക സമിതി കൺവീനറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ K അജിത് കുമാറും അറിയിച്ചു. അത് ചിത്രം 4 മണിക്ക് വൈകുന്നേരം ആരംഭിച്ച് 6 മണി അവസാനിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. അത് തലശ്ശേരി കോടതി മാത്രമല്ല, നമ്മുടെ പൈതൃക നഗരിയിൽ നിന്നും തലശ്ശേരിയിലെ വിവിധ പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങൾ ആ ചിത്രരചന ആധാരമാക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് പുറമെ വിവിധങ്ങളായ മറ്റു പരിപാടികൾ നമ്മൾ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റർ, നമ്മുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റർ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു.
ചിത്രരചന ക്യാമ്പ് നടത്തണമെന്ന് ആ കമ്മിറ്റി ആലോചിച്ചു. 24-ാം തീയതി വൈകുന്നേരം നമ്മുടെ മുഴുവൻ അഭിഭാഷക വ്യവസ്ഥമാർ കോടതി ജീവനക്കാരടക്കം ആലോചിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രചരണത്തിൽ വിളംബര ജാഥ നടത്തുന്ന ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്ലാഷ് മോബ് മറ്റുള്ള മറ്റു പരിപാടികൾ അതാണ് സർക്കാർ ആലോചിച്ചു. വാർത്താ സമ്മേളനത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സജീവൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. 13 വയസ്സുള്ള മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിനെ മരണം വരെ തടവിന് ശിക്ഷിച്ച് തളിപ്പറമ്പ് പ്രത്യേക പോക്സോ കോടതി. പ്രതിയായ 46-കാരനെയാണ് 2 വകുപ്പുകളിലായി മരണം വരെ തടവിന് ശിക്ഷിച്ചത്. മറ്റൊരു വകുപ്പിൽ 47 വർഷം തടവും 15 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് പോക്സോ കോടതി ജഡ്ജ് RL രാജേഷാണ് പ്രതിയെ ശിക്ഷിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഇയാൾ കോവിഡ് കാലത്ത് നാട്ടിലെത്തി ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്നു. ഈ സമയത്തും മകളെ പീഡനത്തിനിരയാക്കിയതായി പരാതിയുണ്ടായി. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് പെൺകുട്ടി ചികിത്സ തേടിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ഡോക്ടർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസ് കേസെടുത്തു. അതിനിടെ ബന്ധുവായ 15-കാരനാണ് പീഡിപ്പിച്ചതെന്ന് ആരോപിക്കാനുള്ള ശ്രമങ്ങളും നടന്നു. പോലീസ് അന്വേഷണത്തിൽ പിതാവാണ് കേസിലെ പ്രതിയെന്ന് കണ്ടെത്തി. തുടർന്ന് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ പ്രതിയെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും നാട്ടിൽ നിന്ന് മുങ്ങി. തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തളിപ്പറമ്പ് SI ആയിരുന്ന സത്യനാഥനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി. താഴെച്ചമ്പാട് വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ തെരുവുനായ നൊമ്പരക്കാഴ്ചയായി. പരിക്കേറ്റ നായയെ രക്ഷിക്കാൻ നായപ്രേമികളും നാട്ടുകാരും ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് റോഡരികിൽ അവശനിലയിൽ നായയെ കണ്ടത്. ചൊവ്വാഴ്ച രാത്രി മുതലാണ് വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തെരുവുനായയെ റോഡരികിൽ കണ്ടത്. ദയനീയമായുള്ള നായയുടെ കരച്ചിൽ സമീപവാസികൾക്ക് നൊമ്പരമായി. തീവ്രമായ വേദനയെ തുടർന്ന് നായ റോഡിലേക്ക് തന്നെ നിരങ്ങി നീങ്ങി. തുടർന്ന് സമീപവാസിയായ മിഥുൻ, ഖാദർ എന്നിവരുടെ നേതൃത്വത്തിൽ നായയെ റോഡരികിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വിവരമറിഞ്ഞെത്തിയ തെരുവുനായ പ്രേമിയായ സിന്ധു നായയെ റോഡരികിലേക്ക് മാറ്റി വെള്ളവും ഭക്ഷണവും നൽകി. എന്നാൽ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് നായ ഉച്ചയോടെ ചത്തു. നാട്ടുകാർ നൽകിയ പരാതി അനുസരിച്ച് പനയൂർ പഞ്ചായത്ത് സെക്രട്ടറിയും പാനൂർ പോലീസും സ്ഥലത്തെത്തി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ.
ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ. In a committed relationship with my daily wear collections. Lulu Gold, Talasheri, Kannur, Kozhikode. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം.
ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി. ഫോൺ 9497 360 333. മറ്റു വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകനും തലശ്ശേരി പ്രസ് ഫോറം സെക്രട്ടറിയുമായ അനീഷ് പാതിരിയാട് എഴുതിയ ഹെർമൻ ഗുണ്ടർട്ട് ജീവചരിത്ര പുസ്തകം വെള്ളിയാഴ്ച പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പ്രകാശന കർമ്മം നടത്തുമെന്ന് അനീഷ് പാതിരിയാട് തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രഥമ പുസ്തകം ഹെർമൻ ഗുണ്ടർട്ട് പ്രകാശനം ചെയ്യുകയാണ്. നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് 10-ാം തീയതിയാണ് പ്രകാശനം. വൈകിട്ട് 4 മണിക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പ്രകാശനം നിർവഹിക്കും. വേദി 3-ൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ് പുസ്തകം സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുള്ളത്. പ്രമുഖരായ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. GB ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈ ബുക്സിന്റെ MD GV രാഗേഷിന്റെ പ്രത്യേകമായ താല്പര്യം പുസ്തകത്തിന് വേണ്ടി അവതാരിക എഴുതിയത് മാർ ജോസഫ് പാംബ്ലാനിയാണ്. അദ്ദേഹം നല്ലൊരു അവതാരിക എഴുതി എൻ്റെ പുസ്തകത്തെ ധന്യമാണ്. പുസ്തക രചനയ്ക്ക് വേണ്ടി എനിക്ക് സഹായിച്ച നിരവധി പേരുണ്ട്. അതിലൊന്ന് ദേവദാസ് മാരായി, KK മാര, ഫാദർ GS ഫ്രാൻസിസ്, അപ്പം നല്ല ചിത്രങ്ങൾ എടുത്തു തന്ന പ്രശാന്ത് പട്ടൻ, TC സുധാകരൻ, ടോജിൻ ജോൺ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ എൻ്റെ ഈ പുസ്തക രചനയ്ക്ക് വേണ്ടിയിട്ട് സഹായം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുന്ന 3-ാം വേദിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് പുസ്തക പ്രകാശനം നടക്കുക. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിൽ നിന്നും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ഏറ്റുവാങ്ങും. കല, സാഹിത്യ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. ആധികാരികമായ അറിവുകൾ പ്രദാനം ചെയ്യുന്ന 10ഓളം ചരിത്ര ഗ്രന്ഥങ്ങളെ ഗവേഷണ തൽപരതയോടെ അവലംബിച്ചും പ്രമുഖരായ ചരിത്രകാരന്മാരെ നേരിൽ കണ്ട് സംശയ നിവൃത്തി വരുത്തിയുമാണ് പുസ്തകം രചിച്ചതെന്ന് അനീഷ് പാതിരിയാട് പറഞ്ഞു. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചിത്രങ്ങളും കുറച്ച് വിവരങ്ങളും, അത് 10-26 കുറിപ്പുകളാണ്. ഓരോ കുറിപ്പുകളാണ് ഇതിലുള്ളത്. ഈ പുസ്തകം ഞാൻ പലർക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കുണ്ട്, എൻ്റെ കുടുംബത്തിനുണ്ട്, എൻ്റെ ഗുരുനാഥന്മാർക്ക്, എൻ്റെ ഉദ്ദേശിക്കുന്ന എഴുത്തുകൾക്ക് തുടക്കം കുറിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് തുടക്കം കുറിച്ച കേരളശ്ശേരിയിലെ BD കമ്പനികൾക്ക് ഉൾപ്പെടെ ഞാനിത് സമർപ്പിച്ചിരിക്കും. അതായത് നിഘണ്ടു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടർട്ട് നേരിടേണ്ടി വന്ന നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ട്. അദ്ദേഹം ഇവിടെ വന്ന് മലയാളത്തിലേക്ക് വന്ന് മലയാളം പഠിച്ച് നിഘണ്ടു തയ്യാറാക്കി. തലശ്ശേരിയിൽ നിന്ന് മാത്രം അദ്ദേഹം 30 പുസ്തകങ്ങൾ എഴുതിയെന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് നമുക്ക് നിഘണ്ടു തയ്യാറാക്കിയത്. അവിടെ പോയപ്പോൾ അദ്ദേഹം 5 പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായിരുന്നു. ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ മലയാളത്തിലെ പേര് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അതിൻ്റെ ചിത്രവും എൻ്റെ പുസ്തകത്തിലെ ഒരു പ്രത്യേകതയാണ്. കാരണം അന്ന് കോഴിക്കോട് നിന്ന് ബോംബെയിലേക്ക് പോകാൻ വേണ്ടി ഇദ്ദേഹത്തിന് കൊടുത്ത യാത്രാ അനുമതിക്ക് വേണ്ടിയുള്ള രേഖ മാരാർ മാഷയുടെ ശേഖരത്തിൽ നിന്നാണ് അത്തരമൊരു രേഖയുള്ളത്. അതോടൊപ്പം ഗുണ്ടർട്ടിന്റെ മലയാളത്തിലുള്ള കൈപ്പടം, അതും ഒരു വളരെ അമൂല്യമായിട്ടുള്ള രേഖകളിൽ ചിലതാണ്. ഇനി പുസ്തകത്തോട് പൊതുവെ ചെയ്യാൻ പറഞ്ഞ പോലെ ഗുണ്ടർട്ട് മ്യൂസിയത്തെ കുറിച്ചും ദേവാലയം, ബാസൽ മിഷൻ, ഹെർമൻ ഹെസ്സെ അതായത് ഗുണ്ടർട്ടിന്റെ ചെറുമകൻ, 26 കുറിപ്പുകളും അസുലഭ ഫോട്ടോകളും അടങ്ങിയ പുസ്തകം 65 പേജുകളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് അവതാരിക എഴുതിയത്. GV ബുക്സാണ് പ്രസാധകർ. അടുത്ത പുസ്തകരചനയുടെ പണിപ്പുരയിലാണ് താനെന്നും വിവിധ വിഷയങ്ങൾ അപഗ്രഥിക്കുന്നുണ്ടെന്നും ഗ്രന്ഥകാരൻ അറിയിച്ചു. തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് വൃദ്ധസദനത്തിൻ്റെ 8ാം വാർഷികം ഞായറാഴ്ച നടക്കും. തലശ്ശേരി സാന്റ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വാർഷികാഘോഷം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഗായകരായ റിമി ടോമി, മധു ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പരിപാടി 12 ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ ആരംഭിക്കും. 5 മണിക്ക് നമ്മുടെ ഈ നാട്ടിലെ കുറെ കലാസുഹൃത്തുക്കൾക്കൊക്കെ അവതരിപ്പിക്കാനില്ല, അവർക്ക് ഗാനങ്ങളും നൃത്തങ്ങളിൽ അവതരിപ്പിക്കാനുള്ള ഒരു സൗകര്യങ്ങളും. 6 മണിക്ക് ഈ നമ്മുടെ 7 കഴിഞ്ഞ് 8ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം. ഇതിപ്പം ഷാഫി പറമ്പിൽ MP ഉണ്ട്, ശിവദാസൻ MP, സന്തോഷ് കുമാർ MP, ആർച്ച് ബിഷപ്പ് ഗോകുലം ഗോപാലൻ, തലശ്ശേരി സബ് കളക്ടർ, തലശ്ശേരി ASP ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട്, പാറക്കൽ അബ്ദുള്ള XMLA, PK കൃഷ്ണദാസ് തുടങ്ങിയ ആളുകളെല്ലാം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു ചെറിയ സമയം കൊണ്ട് ആ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാക്കി നമ്മുടെ ഗാനമേള പരിപാടിയിലേക്ക് കടന്നു. ട്രസ്റ്റ് രക്ഷാധികാരി ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MPമാരായ V ശിവദാസൻ, P സന്തോഷ് കുമാർ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, തലശ്ശേരി നഗരസഭാധ്യക്ഷ KM ജമുനാറാണി ടീച്ചർ, മുൻ MLA പാറക്കൽ അബ്ദുള്ള, PK കൃഷ്ണദാസ്, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ജില്ലാ മെഡിക്കൽ ഓഫീസർ പീയൂഷ് നമ്പൂതിരിപ്പാട് തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കും. ട്രസ്റ്റിനു വേണ്ടി നിർമ്മിക്കുന്ന 50 കിടക്കകളുള്ള പാലിയേറ്റീവ് കെയർ ആശുപത്രി, 10 മെഷീനുകൾ ഉള്ള ഡയാലിസിസ് സെന്റർ, ആധുനിക സജ്ജീകരണങ്ങളുള്ള ഫിസിയോതെറാപ്പി സെന്റർ എന്നിവ ആരംഭിക്കുന്നതിനുള്ള ധനസമാഹരണത്തിനായാണ് മെഗാ ഷോ സംഘടിപ്പിക്കുന്നത്. അതായത് ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റല് നമ്മുടെ വീടുകളിലൊക്കെ ഹോം കെയറിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഈ കിടപ്പ് രോഗികളൊക്കെ മിക്കവാറും അവഗണിക്കപ്പെട്ട് വീടുകളിൽ കഴിയുകയാണ്. അപ്പൊ അവരെ ശരിക്കും ശ്രദ്ധിക്കാനൊന്നും ആളുകൾ അവരുടെ വീട്ടിൽ തന്നെ ഇല്ല. അപ്പൊ അവർക്ക് എന്താ പറയേണ്ടത്, മരണാസന്നരായിട്ട് കിടക്കുന്ന കുറെ പേരുണ്ടല്ലോ, അവർക്കൊരു റോയൽ ഡെത്ത് കൊടുക്കുക എന്നുള്ള ഒരു ആശയം കൂടിയാണ് നമ്മുടെ ഇതിലുള്ളത്. അതിനാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ, അതിന് ഹോസ്പൈസ് സംവിധാനം എന്നാ പറയാം, അത് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഏകദേശം 50 ബെഡുള്ളത്. ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ 50 പേരൊന്നല്ല കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ, അതിൽ കൂടുതൽ കാണാം. അപ്പൊ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു 50 പേരെ എങ്കിലും താമസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ MP അരവിന്ദാക്ഷൻ, മേജർ P ഗോവിന്ദൻ, K ശ്രീനിവാസൻ, TM ദിലീപ് കുമാർ, PK വസന്തൻ, E പ്രതീഷ്, രാജീവ് തണൽ എന്നിവർ പങ്കെടുത്തു. മാഹി വാസ്തുശാസ്ത്ര പരിഷത്തിന്റെ ദശവാർഷികത്തോട് അനുബന്ധിച്ച് വാസ്തു വിദ്യക് സഭ സംഘടിപ്പിക്കും. ശനിയാഴ്ച തലശ്ശേരിയിൽ ഗോകുലം ഫോർട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രശസ്തരായ വാസ്തു പണ്ഡിതന്മാരും വാസ്തു പ്രാക്ടീഷണർമാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഭാരതീയമായ ശാസ്ത്രശാഖകളിൽ ആയുർവേദ പോലുള്ള പൗരാണികമായ ശാസ്ത്രങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന, ചിലപ്പോൾ അതിനേക്കാളേറെ പ്രാധാന്യത്തോടുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കേണ്ടിയിരുന്ന ഈ ശാസ്ത്രശാഖ ആധുനിക രീതിയിൽ മാത്രം കലാലയങ്ങളിൽ പഠിപ്പിച്ചു വരികയും അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു ശാസ്ത്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഈ ശാസ്ത്രം പക്ഷേ ഇപ്പോഴും ഇത് പ്രവൃത്തി ചെയ്യുന്ന ആളുകളിലൂടെയാണ് അത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ വരുന്നത്. ഗൃഹനിർമ്മാണമായാലും ദേവാലയ നിർമ്മാണമായാലും മറ്റ് കെട്ടിട നിർമ്മാണമായാലും അവയിലൊക്കെ വാസ്തുവിദ്വാന്റെ ഒരു ടച്ച് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നു. പക്ഷെ ആ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അതിൻ്റെനോട് 100% കൂറ് പുലർത്തിക്കൊണ്ട് ചെയ്യുന്നതിന് പല വാസ്തു പ്രാക്ടീഷണർമാർക്കും സാധിക്കുന്നില്ല. അത് അവരുടെ വൈജ്ഞാനിക തലത്തിന്റെ ലെവൽ ലേശം താഴോട്ട് പോയി എന്നത് പരമ്പരാഗതമായി നേടിയ അറിവുകളിൽ മാത്രം നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചു പോകുന്നു എന്നതാണ് ഇതിനൊരു കാരണം. വാസ്തുശാസ്ത്ര പരിഷത്ത് സീനിയർ ഫൗണ്ടർ ട്രസ്റ്റി VK രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിക്കും. പ്രബന്ധങ്ങളിന്മേൽ നടക്കുന്ന ചർച്ചയും സംവാദവും വാസ്തുവിദ്യാനികേതനം ഡയറക്ടർ P വിജയൻ നയിക്കും. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥാനപതി എബി ശിവൻ ധ്വജവും ധ്വജസ്തംഭവും എന്ന വിഷയത്തിലും വസ്തുവും വാസ്തുവും എന്ന വിഷയത്തിൽ ഡോക്ടർ PB ഔസേബ്, ഉപദേവതാ സ്ഥാനം ദേവാലയങ്ങളിൽ എന്ന വിഷയത്തിൽ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വാസ്തുവിദ്യ വിശ്വാസവും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ CS ഉണ്ണികൃഷ്ണൻ, ജ്യോതിഷം വാസ്തുശാസ്ത്രത്തിൽ എന്ന വിഷയത്തിൽ
കെ ശിവൻ, കഴകങ്ങളിലെ ദേവസ്ഥാനം എന്ന വിഷയത്തിൽ മുത്തുകൃഷ്ണനാചാരിയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. സാധാരണ ഒരു സെമിനാർ അവതരിപ്പിച്ച് പോകുന്ന ഒരു രീതിയിലല്ല ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു വിഷയം അവതരിപ്പിക്കുകയും ആ വിഷയത്തിന്റെ മേൽ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ചർച്ച ഉണ്ടാവുകയും ആ ചർച്ച ഒരു സംവാദത്തിലേക്ക് എത്തുകയും ചെയ്യും. കാരണം ഇതിന് ധാരാളം വാസ്തുശാസ്ത്രജ്ഞന്മാർക്ക് ധാരാളം ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മതഭേദങ്ങൾ, അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ ഭേദങ്ങൾ അവിടെ പ്രകടിപ്പിക്കാനും അവയിൽ കാലോചിതമായി നമുക്ക് എന്തൊക്കെ സ്വീകരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനും ഇത്തരം സഭകൾ ഉപയോഗിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. വാർത്താ സമ്മേളനത്തിൽ വാസ്തുശാസ്ത്ര പരിഷത്ത് പ്രസിഡന്റ് പി വിജയൻ, സീനിയർ ഫൗണ്ടർ ട്രസ്റ്റി വി കെ രാധാകൃഷ്ണൻ, സെക്രട്ടറി എ കെ ചന്ദ്രൻ, ട്രഷറർ കെ ബാലൻ, ജോയിന്റ് സെക്രട്ടറി സി പി ഉദയഭാനു, മെമ്പർ ട്രസ്റ്റി സി കെ ശ്രീശൻ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. കേരള മുസ്ലിം ജമാഅത്ത് തലശ്ശേരി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രകാശതീരം പഞ്ചദിന പ്രഭാഷണത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഗുഡ്ഷെഡ് റോഡിലെ സിറാജുൽ ഹുദ ക്യാമ്പസിലാണ് പരിപാടികൾ നടക്കുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി സോൺ വർഷം തോറും സംഘടിപ്പിക്കുന്ന പ്രകാശതീരം പഞ്ചദിന മതപ്രഭാഷണ പരമ്പര കേരളത്തിലെ മതപ്രഭാഷണ രംഗത്തെ അധികായന്മാരും പ്രഗത്ഭരും പ്രശസ്തരുമായ 3 പേർ സംഗമിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് നാളെ തുടക്കമാകും. 9, 10, 11, 12, 13 തീയതികളിൽ ദാറുൽ ഹുദ സിറാജുൽ ഹുദ ക്യാമ്പസ്
ദാറുൽ അൻവാർ ഗുഡ്ഷെഡ് റോഡ് പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടത്തുന്നതാണ്. കേരള മുസ്ലിം ജമാഅത്ത് തലശ്ശേരി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രകാശതീരം പഞ്ചദിന പ്രഭാഷണത്തിന് നാളെ തുടക്കമാകും. ഗുഡ്ഷെഡ് റോഡിലെ സിറാജുൽ ഹുദ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജനുവരി 9 SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹ്മത്തുള്ള സക്കാഫി എളമരം, ജനുവരി 9 SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹ്മത്തുള്ള സക്കാഫി എളമരം, ജനുവരി 10 പ്രമുഖ പ്രഭാഷകൻ മസൂദ് സക്കാഫി ഗൂഡല്ലൂർ, ജനുവരി 11, 12, 13 തീയതികളിൽ സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ദിനങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അലി കുഞ്ഞിദാരിമി, ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ, സെക്രട്ടറി മുഹമ്മദ് സക്കാഫി, കേരള വഖഫ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സക്കാഫി എന്നിവർ ഉദ്ഘാടനം ചെയ്യും. മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിക്കും. ജനുവരി 13 നടക്കുന്ന സമാപന പരിപാടിയിൽ തലശ്ശേരി മുസ്ലിം ജമാഅത്ത് ഗൾഫ് ചാപ്റ്റർ ഏർപ്പെടുത്തിയ KK അബ്ദുള്ള മുസ്ലിയാർ സ്മാരക അവാർഡ് പ്രൊഫസർ UC അബ്ദുൾ മജീദിന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സമ്മാനിക്കും. TMJ ഗൾഫ് ചാപ്റ്റർ ചെയർമാൻ യൂനുസ് വൈറ്റുമൽ, TMJ ദുബായ് ചാപ്റ്റർ സെക്രട്ടറി അബ്ദു ബാസിദ് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് തലശ്ശേരി സോൺ പ്രസിഡന്റ് P മുഹമ്മദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് റഫീഖ്, CKP അബ്ദുറഹ്മാൻ KE, യാക്കൂബ് സാദി, അബ്ദുൾ ബനാൻ ഹാജി, KM മുഹമ്മദ് അലി ഹാജി, ലുക്മാൻ ഫാളിലി, അബ്ദുൾ ബാസിദ് എന്നിവർ പങ്കെടുത്തു. രമേഷ് പുതിയമഠത്തിന്റെ മറക്കാനാകാതെ പുസ്തകം നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ നേമം പുഷ്പരാജ് KV മധുവിന് നൽകി പ്രകാശനം ചെയ്തു. പ്രിയ എഴുത്തുകാരുടെ നിത്യസ്മരണീയ അനുഭവങ്ങൾ കോർത്തിണക്കിയാണ് മറക്കാനാകാതെ രചിച്ചത്. മാധ്യമപ്രവർത്തകൻ രമേഷ് പുതിയമഠം രചിച്ച് കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച മറക്കാനാവാതെ എന്ന പുസ്തകം നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് സംവിധായകൻ നേമം പുഷ്പരാജ് പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ KV മധു പുസ്തകം ഏറ്റുവാങ്ങി. അനുഭവങ്ങൾ വെച്ചിട്ടുള്ള കൃതികൾ താരതമ്യേന അനുഭവങ്ങളല്ല, അവരിൽ നിന്ന് അവർ വിട്ടുപോയ കഥകൾക്കിടയിൽ അവർ വിട്ടുപോയത് ഒരു അഭിമുഖത്തിലൂടെ ആർജിച്ചെടുക്കുകയും അതിനെ ഒരു കൃതി പോലെ തന്നെ, ഒരു കവിത പോലെ, ഒരു കഥ പോലെ പറഞ്ഞു വെക്കുകയും ചെയ്യുകയാണ് ശ്രീ മറക്കാനാവാതെ എന്ന കൃതിയിലൂടെ ശ്രീ രമേഷ് പുതിയമഠം ചെയ്തിട്ടുണ്ട്. ഒട്ടും വായനയ്ക്ക് വിരസത വരാതെ ഒരു കഥ പോലെ തന്നെ വായിച്ചു പോകാൻ ഉള്ള അത്രയും മധുരമായി എഴുതാൻ രമേശിന് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് എഴുത്തുകാരുടെ അനുഭവങ്ങളാണ് എന്നുള്ളത് മറക്കാനാവാതെ എന്ന പുസ്തകത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ട്. സാധാരണ മനുഷ്യർക്ക് പ്രത്യേകിച്ചും അനുഭവങ്ങൾ വായിക്കപ്പെടുന്ന ഒരു കാലമാണ്. പല രീതിയിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന് ബലമേകുന്ന വിധത്തിൽ വലിയ ജീവിതാനുഭവങ്ങളുള്ള ആളുകളുടെ അനുഭവം അവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് സഹായകരമായ റോൾ നിർവഹിക്കുന്നത്. അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സർഗാത്മക സാഹിത്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൈരളി ബുക്സ് MD O അശോക് കുമാർ അധ്യക്ഷനായി. ഗ്രന്ഥകർത്താവ് രമേഷ് പുതിയമഠം മറുപടി പ്രസംഗം നടത്തി. കഥകളോ നോവലോ ആക്കി മാറ്റുകയാണ് പതിവ്. പക്ഷേ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെഴുതപ്പെടാതെ പോയ ചില അനുഭവങ്ങളുണ്ട്. അത് എന്തുകൊണ്ടോ അവരെഴുതപ്പെട്ടില്ല. ആ എഴുതപ്പെടാതെ പോയ അനുഭവങ്ങളെ ആണ് ഞാൻ ഈ 22 അനുഭവങ്ങളാണ് ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ചേർത്തിട്ടുള്ളത്. അത് ഒരു പുതിയൊരു ഇതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ശ്രമത്തിന് തയ്യാറായത്. എന്തായാലും ഈ ഒരു പുസ്തകം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. MD വാസുദേവൻ നായർ മുതൽ EK ഷാഹിന വരെയുള്ള 22 എഴുത്തുകാരെ സ്വാധീനിച്ച 22 അനുഭവങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. പാനൂർ ബേസിൽ പീടിക ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. MT എഴുത്തും ജീവിതവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദവും നടത്തി. MT അനുസ്മരണ സദസ്സ് ഡോക്ടർ KK രാജാറാം ഉദ്ഘാടനം ചെയ്തു. ഒരു ഡോക്ടറുടെ പുസ്തകം, അത് ആരോഗ്യരംഗത്തെ കുറിച്ചുള്ള ചെറിയ ചെറിയ ലേഖനങ്ങളാണ്. എൻ്റെ പ്രകാശനത്തിൽ വന്നപ്പോൾ ഞാൻ വളരെ മടിച്ചാണ് ഈ പരിപാടിക്ക് വന്നത്. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ വല്ലാതെ നിർബന്ധിച്ചെന്ന അപ്രിയമായ സത്യങ്ങളൊക്കെ ധൈര്യത്തിൽ പറയുന്ന ഒരാളാണ്. എന്താണ് എൻ്റെ പ്രശസ്തി എന്നൊരിക്കലും നോക്കാത്തൊരു മനുഷ്യൻ. പുസ്തകം നല്ലതാണെന്നൊരു വാക്കും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എൻ്റെ മകളുടെ കുട്ടിക്ക്
അസുഖമൊക്കെ വരുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പ്രകാശ ചടങ്ങിൽ പറയുന്നത്. ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു, ആരെന്ത് വിചാരിക്കുന്നു എന്നുള്ള തോന്നൽ അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പത്മനാഭൊക്കെ നമുക്ക് വാസുദേവൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. വരേണ്യ സജീവൻ അധ്യക്ഷത വഹിച്ചു. MT എഴുത്തും ജീവിതവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന സംവാദത്തിൽ ശിവധ VR, ഉഷ കരുണാകരൻ, ജിഷ രമേശ്, ലസിത പ്രകാശ്, K പ്രസീത, തങ്കമണി എന്നിവർ സംസാരിച്ചു. VR ആവണി സ്വാഗതവും രതി മുരളീധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് MT സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതാഞ്ജലിക്ക് അജയൻ ഗാനാഞ്ജലി നേതൃത്വം നൽകി. പ്രദീപൻ നാമത്ത്, പ്രേമൻ എന്നിവർ പിന്നണിയിൽ സംഗീതം നൽകി. പ്രദേശത്തെ നിരവധി ഗായകർ ഗാനാലാപനം നടത്തി. നവീകരിച്ച ലൈബ്രറിയുടെ പുസ്തക വിതരണം ഗോവിന്ദൻ മാസ്റ്റർ വിവാൻ്റേക്ക് നൽകി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂരിനടുത്ത തൂവക്കുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ തെരുവു നായകൾ പിന്നാലെ ഓടിയതിനെ തുടർന്ന് കിണറ്റിൽ വീണു മരിച്ച 9 വയസ്സുകാരൻ മുഹമ്മദ് ഫസലിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തൂവക്കുന്നുമ്മൽ കല്ലുള്ള പള്ളിയിൽ ഖബറടക്കി. തൂവക്കുന്നിൽ പിഞ്ചുകുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദികൾ കുന്നോത്തുപറമ്പ് പഞ്ചായത്താണെന്ന് ആരോപിച്ച് SDPI കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തെരുവുനായ ശല്യത്തിനു മുന്നിൽ നിസ്സഹായരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് അലി. തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം 25-ന് രാവിലെ 9:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാറും നിർവഹിക്കും. 13 വയസ്സുള്ള മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിനെ മരണം വരെ തടവിന് ശിക്ഷിച്ച് കോടതി. പ്രതിയായ 46-കാരനെ 2 വകുപ്പുകളിലായി മരണം വരെ തടവിന് ശിക്ഷിച്ചത് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.